ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് തയ്ക്കാൻ പോകുന്നത് ഒരു ലൈനിങ് ബ്ലൗസാണ്. നോർമൽ ബ്ലൗസാണ് കേട്ടോ, സാധാരണ റൗണ്ട് നെക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ നല്ല മെറ്റീരിയൽ 1 മീറ്ററും ലൈനിങ് ക്ലോത്ത് ഒരു 70 സെൻറ്റിമീറ്റർ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം എനിക്ക് കൈക്ക് ലൈനിങ് വേണ്ട, എനിക്ക് കൈക്ക് ഇത്തിരി മൊത്തത്തിൽ തടി കൂടുതലാണ്, കൈക്ക് പ്രത്യേകിച്ചും. അതുകൊണ്ട് ഞാൻ ലൈനിങ് ഇടണ്ടെന്ന് വെച്ചു. അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ, ബ്ലൗസ് മെറ്റീരിയൽ അല്ലായിരുന്നു കേട്ടോ, ഒരു ടോപ്പിൻ്റെ മെറ്റീരിയലാണ് ഞാൻ എടുത്തത്. അപ്പം അത്യാവശ്യം കട്ടിയുള്ള തുണിയായിരുന്നു. അപ്പോൾ നമ്മൾ അളവ് ബ്ലൗസ് വെച്ചിട്ട് പെട്ടെന്നൊന്ന് തയ്ച്ചെടുക്കാനാണ്. എനിക്കിപ്പോൾ അളവ് ഒക്കെ എടുത്തിട്ട് തയ്ക്കുമ്പോൾ അതിലും എളുപ്പമായിട്ട് നമുക്ക് കറക്റ്റ് ഒരു മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആ മെറ്റീരിയലൊക്കെ ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ മെറ്റീരിയലൊക്കെ എപ്പോഴും നമ്മൾ അയൺ ചെയ്തൊക്കെ എടുക്കുവാണെങ്കിൽ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ, ബ്ലൗസ് എന്നല്ല എന്ത് തന്നെ സ്റ്റിച്ച് ചെയ്താലും ഒന്നുകൂടി നന്നായിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ ആ തുണി, നല്ല തുണി എടുത്തിട്ട് 4ആയിട്ട് മടക്കി ഇട്ടിട്ട് താഴെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്ലീവ് പോർഷനാണ് ആദ്യം കട്ട് ചെയ്ത് മാറ്റേണ്ടത്. സ്ലീവിന് ലൈനിങ് വേണ്ടല്ലോ, അപ്പം ഞാൻ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ അളവ് ബ്ലൗസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പഫ് സ്ലീവാണ് അളവിലും ഉള്ളത്. അപ്പം നമ്മൾ തയ്ക്കാൻ പോകുന്നതും പഫ് സ്ലീവാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലെങ്ത്ത് നോക്കുമ്പോഴേ ഈ പഫ് കൂടി വന്നേക്കണ കാരണമായിട്ട് നമുക്ക് കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ കൂടുതൽ എടുത്തിട്ട് നമ്മൾ സാധാരണ സ്ലീവിൻ്റെ എടുത്തിട്ട് പഫിനുള്ള അത്രയും അളവ് മേളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ലെവൽ ചെയ്തല്ലോ, അവിടെ നിന്ന് ഞാൻ ഒരു 12 അളവിൽ അളന്ന് മുകളിലേക്ക് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ആ ലെവൽ ചെയ്ത ഭാഗം ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമാവും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് ഞാൻ ഇപ്പോൾ താഴെ ഭാഗത്ത് 1 ഇഞ്ച് നമുക്ക് അടിച്ച് മറിക്കാനൊന്നും ലൈനിങ് ഇല്ലല്ലോ, അപ്പോൾ 1/2 ഇഞ്ച് പോരാ, 1 ഇഞ്ച് വേണം. ഒന്ന് പതിയെ അടിച്ചിട്ട് പിന്നെ അവിടെ മടക്കിയിട്ട് നമ്മൾ ഹെം ചെയ്ത് കൊടുക്കേണ്ട പോർഷനാണ്. അപ്പം ഞാനത് അവിടെ താഴത്ത് 1 ഇഞ്ച് അളവ് തയ്യൽ തുമ്പ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് മേളിലേക്ക് 12 എടുത്തിട്ട് നമ്മുടെ നോർമൽ സ്ലീവ്, അതായത് എൻ്റെ ഷോൾഡർ തൊട്ട് എനിക്ക് താഴേക്ക് 12 വേണ്ടത്. ആ 12 എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ പഫ് സ്ലീവാണ്. അപ്പോൾ പഫ് സ്ലീവിന് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നോർമൽ സ്ലീവിൻ്റെ അളവാണ് എടുക്കുന്നത്. അപ്പോൾ താഴെ ഭാഗത്തെ വണ്ണം ഞാൻ എൻ്റെ കയ്യിലുള്ള ബ്ലൗസിൻ്റെ അളവ് ബ്ലൗസിൻ്റെ വെച്ചിട്ട് തന്നെ ബാക്കിയെല്ലാം ഞാൻ അടയാളപ്പെടുത്തുവാണ്. അതുപോലെ ഷോൾഡറും എല്ലാം ഞാൻ അടയാളപ്പെടുത്തുവാണ്. അപ്പോൾ ഷോൾഡറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള അളവിനേലും താഴത്തേക്ക് ഇട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ തയ്ച്ച് വരുമ്പോൾ ഒന്നുകൂടി കൂടുതലാവുമല്ലോ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ആ അളവ് ബ്ലൗസ് വെച്ചിട്ട് തന്നെ ഞാൻ എടുക്കുവാണേ. അപ്പം ഞാൻ ആദ്യം ആ 12 എടുത്ത ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ആ മൂല ഭാഗത്തു നിന്ന് 3.5 അളവെടുത്തിട്ട് കൈയിൻ്റെ ആ ഷേപ്പ് അങ്ങ് സാധാരണ നോർമൽ സ്ലീവ് നമ്മൾ കട്ട് ചെയ്യില്ലേ, അതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്യാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടു. എന്നിട്ട് മുകളിലേക്ക് ഞാനൊരു 2.5 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി. സാധാരണ 3 ഇഞ്ചൊക്കെ എടുക്കും, അപ്പോൾ ഒന്നുകൂടി ഒരു എന്താ പറയുക, ഉയർന്ന പഫായിരിക്കും കേട്ടോ, നല്ല വിടർന്ന പഫായിരിക്കും. എനിക്ക് അത്രയും വേണ്ട, കുറച്ച് ചെറുതായിട്ട് മതി. അപ്പം ഞാനൊരു 2.5 എടുത്തുള്ളൂ മേളിലേക്ക്. എന്നിട്ട് നമ്മൾ ആ സാധാരണ സ്ലീവിലേക്ക് മാർക്ക് ചെയ്യുന്ന ഭാഗത്തോടു കൂടി അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ അളവ് ബ്ലൗസ് വെച്ചിട്ട് അതിൻ്റെ കൈക്കുഴിയും ഒന്ന് മാർക്ക് ചെയ്ത് കൈയിൻ്റെ ആ വണ്ണമൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുവാണേ. ഇത്രയേ ഉള്ളൂ. അളവ് ബ്ലൗസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ടുള്ള ഒരളവ് ഉണ്ടായിരുന്നാൽ മതി കേട്ടോ. ഇപ്പോൾ തയ്യലിൻ്റെ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ മെഷർമെൻറ്റൊക്കെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ ചെയ്തെടുത്ത് പഠിച്ച് വരുമ്പോഴേക്കും നമുക്ക് പിന്നെ മെഷർമെൻറ്റൊക്കെ എടുത്ത് ചെയ്താൽ മതിയേ. ഇപ്പോൾ ഇതേ പഫിനുള്ള ഭാഗമാണ് ഞാൻ മുകളിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ആദ്യം 12 എടുത്തു, പിന്നെ അവിടെ നിന്ന് പഫിനുള്ള മേളിലേക്ക് 2.5 കൂടി എടുത്തു. എന്നിട്ട് നമ്മൾ താഴെ ഭാഗമൊക്കെ അടയാളപ്പെടുത്തിയിട്ട് ഇനി നമ്മൾ അതിനുള്ള 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി എടുത്തിട്ട് ഞാൻ ആ കൈ ഒന്ന് വെട്ടി മാറ്റുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത വശം ഉണ്ടല്ലോ, ഞാനതൊന്ന്
ഒന്നുകൂടി ഒന്ന് ട്രേസർ വീലർ വെച്ചിട്ട് മാർക്ക് ചെയ്തു. കാരണം നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് എല്ലാ വശത്തും വരുവാണെങ്കിൽ പിന്നെ എപ്പോഴും അളവ് നോക്കണ്ടല്ലോ. പക്ഷേ ഈ മെറ്റീരിയലിൽ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ലൈനിങ്ങിൽ അത് പെട്ടെന്ന് വരുള്ളൂ കേട്ടോ. കാണാൻ പറ്റിയില്ല അവസാനം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് നമ്മളൊന്ന് തയ്ച്ചൊക്കെ കഴിയുമ്പോൾ കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് അളന്ന് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനത് കാണിച്ചു തരാം. അപ്പം ഞാനിത് വെട്ടിക്കൊണ്ടിരുന്നപ്പോഴേ താഴെ വിഹാമോൾ എൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അവൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആദ്യം അവിടെ പേടിച്ചങ്ങ് നിന്ന് അമ്മ വീഡിയോ ആണോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങ് വാ കണ്ടിട്ട് പോവാമെന്ന് പറഞ്ഞ് വിളിച്ചതാണേ. അപ്പം ഞാൻ കൈയിൻ്റെ ഭാഗം തയ്യൽ തുമ്പും കഴിഞ്ഞിട്ടുള്ള ഭാഗമൊക്കെ വെട്ടി മാറ്റിയിട്ട് അതിൻ്റെ സെൻട്രൽ പോർഷൻ ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ട സെൻട്രൽ പോർഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ സ്ലീവ് അങ്ങ് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നല്ല തുണി അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടു. ലൈനിങ്ങിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബാക്കാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കിൻ്റെ അളവ് കിട്ടിയാൽ നമുക്ക് ഫ്രണ്ട് എളുപ്പത്തിൽ കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് അളവ് ബ്ലൗസിൻ്റെ ആവശ്യമില്ല ഫ്രണ്ട് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കിൻ്റെ അളവ് നമുക്കൊന്ന് കിട്ടിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ലൈനിങ് തുണിയിലേക്ക് അളവ് ബ്ലൗസ് ബാക്ക് പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ടിട്ട് അതൊന്ന് ലെവൽ ചെയ്തൊക്കെ കറക്റ്റാക്കി വെക്കുന്നുണ്ട്. അപ്പം ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അവിടെ അതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് വെട്ടിയിട്ടില്ല. എന്നിട്ട് നമ്മൾ ഈ ബ്ലൗസിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കുവാണ്. അപ്പോൾ ലെങ്ത്ത് ഒന്ന് കറക്റ്റായിട്ട് എടുത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഷേപ്പൊക്കെ ഇത് നോക്കി തന്നെ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് വേണ്ടത് 16 അളവാണ് ലെങ്ത്ത് കേട്ടോ. നല്ല ഇറക്കമുണ്ട് ആവശ്യത്തിന്. അപ്പോൾ 16-ന് ഞാൻ 17 എടുത്ത് ഒന്ന് മാർക്ക് ചെയ്യുവാണേ. എന്നിട്ട് 17 എടുത്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മളൊന്ന് നേരെ ഒന്ന് വരച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ അളവ് ബ്ലൗസ് വെച്ചിട്ട് പിന്നീട് വേറെ അളവൊന്നും നോക്കരുത്. ഈ അളവ് ബ്ലൗസ് ഇങ്ങനെ എടുത്ത് മടക്കി അങ്ങ് വെച്ചിട്ട് നമ്മൾ ആ നെക്ക് പോർഷൻ്റെ അവിടെയും ഷോൾഡറിൻ്റെ അവിടെയൊക്കെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ സൈഡ് ഷേപ്പും കറക്റ്റായിട്ട് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് അങ്ങ് കൊടുക്കുവാണേ. അപ്പം 16 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. അത് 1 ഇഞ്ച് കൂടുതൽ 17 എടുത്തത് എന്താണെന്ന് വെച്ചാൽ മേളിലും താഴെ 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് പോകും. അതുകൊണ്ടാണ്. അപ്പം നെക്ക് പോർഷൻ മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഇപ്പുറത്തോട്ട് നീക്കി മാർക്ക് ചെയ്യണം. അപ്പോഴേ നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അത് വരുത്തുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ നേരെ തന്നെ വെച്ച് മാർക്ക് ചെയ്താൽ ഒന്നുകൂടി വൈഡായി പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണേ. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് വേണം കേട്ടോ നമ്മളതൊന്ന് കട്ട് ചെയ്യാനായിട്ട്. ബാക്ക് അളവൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ ബാക്ക് വെച്ചിട്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്നിട്ട് നമ്മൾ ആ ഫ്രഞ്ച് കർവ് വെച്ച് ആ ഷോൾഡർ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് അളവ് ബ്ലൗസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. തുടക്കക്കാരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നമ്മുടെ അളവൊക്കെ നമുക്ക് മനപ്പാടാവും 1-2 ബ്ലൗസൊക്കെ തയ്ച്ച് വരുമ്പോഴേക്കും. എന്നിട്ട് പിന്നെ നമ്മളിപ്പോൾ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടു വരുമ്പോഴേക്കും നമുക്ക് മെഷർമെൻറ്റൊക്കെ എടുത്ത് ചെയ്ത് കറക്റ്റ് ഫിറ്റാക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അളവ് ബ്ലൗസ് കറക്റ്റായിട്ട് നമ്മൾ പുറത്തൊക്കെ തയ്ച്ച് മേടിച്ചതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുക. എൻ്റെ ഇതിപ്പോൾ ഞാൻ തന്നെ തയ്ച്ചതാണ് കേട്ടോ. ഇത് ഞാൻ ഈ ബ്ലൗസ് തയ്ച്ച വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ റൗണ്ട് നെക്ക് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ആ നെക്കിൻ്റെ ഡീപ്പും ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആ നെക്കിൻ്റെ ഷേപ്പും ഒന്ന് വരച്ചു കൊടുത്തു. ഇപ്പോൾ ബാക്കിൽ അളവ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഷോൾഡറും നെക്കും ഷേപ്പും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 1.5 ഇഞ്ച് അളവാണ് കേട്ടോ എടുത്തു കൊടുക്കുന്നത്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കണ്ടോ ഇപ്പോൾ എല്ലാ അളവും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ട്രേസർ വീലർ വെച്ചിട്ട് ആ തയ്ക്കേണ്ട വശം ഒന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പുറത്തുകൂടി വരാനാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്ക്. കണ്ടോ എല്ലാ അളവും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ആദ്യം ലെവൽ ചെയ്തില്ലേ, തുണി ഒന്ന് ലെവൽ ചെയ്താണ് കേട്ടോ കറക്റ്റാക്കി. ആ ഭാഗം ഒന്ന് വെട്ടി മാറ്റുവാണേ. എന്നിട്ട് ട്രേസർ വീലർ വെച്ചിട്ട് ഒന്ന് നമുക്ക് തയ്ക്കേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തോട്ടോ. എന്നിട്ട് ആ പീസ് അങ്ങ് നമ്മൾ വെട്ടിയെടുക്കുവാണേ.
കണ്ടോ ഇപ്പോൾ ബാക്ക് നമുക്ക് കിട്ടി. നമ്മൾ ഒരളവ് നോക്കിയിട്ടില്ല, മറ്റേ നമ്മുടെ അളവ് ബ്ലൗസിൽ നിന്നാണ് അളവ് നോക്കിയത്. എന്നിട്ട് അതിൻ്റെ നെക്ക് പോർഷനും വെട്ടി മാറ്റി. ഇനി ഞാൻ തുണിയൊന്ന് നേരെ തിരിച്ചിട്ട് കണ്ടോ, ഇപ്പം നമുക്ക് ആ തുറന്ന വശം എൻ്റെ നേരെയാണ് വരുന്നത്. മറ്റേത് അപ്പുറത്തെ സൈഡായിരുന്നു. കാരണം അപ്പുറത്തെ സൈഡ് വെക്കുമ്പോൾ അതേ ബാക്ക് ഇട്ട് വെട്ടാൻ നമുക്ക് അവിടെ തുണി തികയത്തില്ല. അതുകൊണ്ടാണ് തുറന്ന വശം ഇപ്പുറത്തേക്ക് ഇട്ടത്. ഇപ്പോൾ തുറന്ന വശം വെട്ടുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് നമുക്ക് ഓപ്പൺ ആണല്ലോ, അപ്പോൾ അവിടെ തുറന്ന ഭാഗം കിട്ടിയാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് തുണി ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ബാക്ക് പീസ് ആ ലൈനിങ് പീസിൻ്റെ നേരെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ താഴത്ത് 1 ഇഞ്ച് അളവ് കൊടുക്കുക, ഒന്ന് മാർക്ക് ചെയ്യുവാണേ. 1 ഇഞ്ചിൽ നിന്ന് മേളിലേക്കാണ് ഞാനത് വെച്ചിരിക്കുന്നത്. കാരണം ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കട്ടിങ് പീസിൻ്റെ അവിടെയും പിന്നെ ഷോൾഡറിൻ്റെ അവിടെയും തയ്യൽ തുമ്പൊക്കെ പോകേണ്ട ഉണ്ട്. അപ്പോൾ ആ അരയിഞ്ചാണ് ആ താഴത്ത് 1 ഇഞ്ച് ഞാൻ കൊടുത്തത്. എന്നിട്ട് നമ്മളിനി ഒന്നും ചെയ്യേണ്ട, അത് തന്നെ അങ്ങോട്ട് കറക്റ്റാക്കി വരച്ച് വെക്കുക. നെക്ക് പോർഷൻ മാത്രം അകലെ ഒന്ന് വരക്കുക, താഴേക്ക് വരക്കേണ്ട. കാരണം ബാക്കിൽ അത്ര ഇറക്കം വേണ്ടല്ലോ ഫ്രണ്ടിന്. ബാക്ക് ഇത്തിരി ഡീപ്പാണ്, അതുകൊണ്ട് ഫ്രണ്ടിന് അത്ര ഇറക്കം വേണ്ട. അപ്പോൾ ഫ്രണ്ട് ഞാൻ ഡീപ്പ് അടയാളപ്പെടുത്തിയിട്ടില്ല, ബാക്കിയെല്ലാം തയ്യൽ തുമ്പ് അടക്കമാണ് വരച്ച് വെച്ചിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം. 1.5 ഇഞ്ച് ബാക്കിൽ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തായിരുന്നു ഷേപ്പിൽ, അതടക്കമാണ് ഫ്രണ്ടിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ ഡീപ്പാണ് കേട്ടോ. എന്തോരം ഇറക്കം വേണമെന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് അത്രയും മതി. അപ്പോൾ അതും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ബാക്കിനേലും കുറവാണ് ഫ്രണ്ട്, ബാക്ക് ഇത്രയും കൂടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിപ്പോൾ ബാക്ക് പോലെ തന്നെ ഇരിപ്പില്ലേ. ബാക്കിൽ നമ്മൾ ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നത് ആ ലെവൽ ചെയ്ത ഭാഗമാണ് കേട്ടോ, അല്ലാതെ 1 ഇഞ്ച് എടുത്ത ഭാഗമല്ല, ഒന്ന് ലെവൽ ചെയ്ത ഭാഗം. 1 ഇഞ്ച് എടുത്ത ഭാഗം ഇപ്പം ഞാൻ വരച്ചിടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിൻ്റെ അതേപോലെ തന്നെ ബാക്ക് പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കണ്ടോ, നിങ്ങൾക്ക് തെറ്റിപ്പോലെ ഒന്നും ഞാൻ വേറെ ഒന്നും അളവെടുത്തിട്ടില്ല. അതായത് നെക്കിൻ്റെ അളവ് മാത്രം വ്യത്യാസപ്പെടുത്തി അതേപോലെ തന്നെ ബാക്ക് നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം. കാരണം ബാക്കിനേലും കുറച്ചും കൂടി ഒന്ന് ഷോൾഡർ കുഴിച്ച് വെട്ടി കൊടുക്കണം. ഇപ്പം നമ്മൾ ബാക്ക് എടുത്ത ആ തയ്യൽ തുമ്പെടുത്ത വശം വരെ തയ്ക്കേണ്ടതല്ല കേട്ടോ, തയ്യൽ തുമ്പിന് കൂടി കൂട്ടിയിട്ടുള്ള 1.5 ഇഞ്ചാണ് ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് നെക്ക് നമ്മൾ ഇറക്കമൊക്കെ എടുത്തൊന്ന് ഷേപ്പ് ചെയ്തൊക്കെ കൊടുത്തു. അപ്പോൾ ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്കിനേലും കുറച്ചുകൂടി ഇറക്കം കുറവാണ്. എന്നിട്ട് ഇനി ചെയ്യേണ്ടത് ഷോൾഡർ ഒന്ന് കുഴിച്ച് കൊടുക്കണം, ഫ്രണ്ട് പോർഷൻ. അപ്പം നമ്മളിത് ഫ്രണ്ടല്ലേ കട്ട് ചെയ്യുന്നത്, അപ്പോൾ അതൊന്ന് കുഴിച്ചുകൂടി കൊടുക്കണം. ബാക്കിലേക്ക് ആ 1 ഇഞ്ച് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കട്ടിങ് പീസ് വരുമ്പോൾ അവിടെ വേണ്ട തയ്യൽ തുമ്പിൻ്റെ വശമാണ് 1 ഇഞ്ച് എടുത്തത്. ഇനി കൈക്കുഴി ഞാനൊന്ന് കുഴിച്ച് അടയാളപ്പെടുത്തി കൊടുത്തു. കണ്ടോ, അപ്പോൾ ബാക്ക് വെച്ചിട്ട് തന്നെ നമ്മളിപ്പോൾ ഫ്രണ്ടിലെ അളവ് ഒന്നും നോക്കിയിട്ടില്ല ബ്ലൗസിൽ, ആ ബാക്ക് അളവ് മാത്രം നോക്കിയിട്ട് ബാക്ക് വെച്ചിട്ടാണ്. ഇനി ഇപ്പം ഞാൻ അളവ് നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിങ് പീസ്, താഴത്തെ കട്ടിങ് പീസിൻ്റെ സെൻട്രൽ പോർഷൻ ആദ്യം ഒന്ന് നോക്കുക. അപ്പോൾ അവിടെ എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അടയാളപ്പെടുത്തുക. എനിക്ക് കിട്ടിയത് 3ആണ്, അപ്പം ഞാൻ അവിടെ 4 അടയാളപ്പെടുത്തി. ഏറ്റവും താഴത്തു നിന്നാണ് കേട്ടോ, 1 ഇഞ്ചിൽ നിന്നല്ല അടയാളപ്പെടുത്തുന്നത്, ഏറ്റവും നമ്മൾ തുണിയുടെ അറ്റത്തു നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ സൈഡ് പോർഷൻ എനിക്ക് 4.5 അപ്പോൾ ആ ഒരു ഷേപ്പ് നമ്മൾ അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മുടെ കട്ടിങ് പീസിൻ്റെ ഒരു ഷേപ്പ് എല്ലാവർക്കും അറിയാമല്ലോ, ആ ഷേപ്പ് കണ്ടോ. ഇതിപ്പോൾ ആ എല്ലാ മാർക്കിങ്ങും ജോയിൻ ചെയ്ത് വരുമ്പോൾ അത് എങ്ങനെ ഒരു ഷേപ്പ് കിട്ടും കണ്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ സെൻറ്ററിൽ ടക്ക് ചെയ്യില്ലേ, ആ ടക്ക് ചെയ്യേണ്ട തയ്യൽ തുമ്പ് ബാക്കിൽ ടക്ക്, ബാക്ക് പോർഷനിൽ നമുക്ക് ടക്കൊന്നും വരുന്നില്ല, അപ്പോൾ ഫ്രണ്ടിലാണ് ടക്ക് വരുന്നത്. ആ ഒരു പോർഷൻ നമ്മൾ പുറത്തേക്ക് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ടക്ക് പോയിൻ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ആ സെൻറ്ററിലെ അവിടുത്തെ ടക്കാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ടക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. ആ ടക്കിന് ഇടേണ്ടതാണ് നമ്മൾ പുറത്തേക്ക് ഒരു ട്രയാങ്കിൾ പോലെ എടുത്തു കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ എൻ്റെ അളവിൽ എനിക്കൊരു 2 ഇഞ്ച് ഞാൻ ആ ടക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ 2 ഇഞ്ച് അളവ് ഞാൻ പുറത്തേക്ക് ഒരു ട്രയാങ്കിൾ പോലെ, അതായത് ആ
ടക്കിൻ്റെ ആ ഒരു കോണിച്ച ഷേപ്പ് ഉണ്ടല്ലോ, അത്രയും അളവ് ഞാൻ പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഷോൾഡറിൻ്റെ അണ്ടർആമിൻ്റെ അവിടെ അന്ന് ഒരു ചേഞ്ച് വരുന്നില്ല. ആ ടക്ക് പിടിക്കുന്ന ഭാഗത്ത് ആ 2 ഇഞ്ചാണ് എക്സ്ട്രാ ഞാനിപ്പോൾ ബാക്ക് അളവിനേലും കൂടുതൽ പുറത്തേക്ക് ഫ്രണ്ടിൽ കട്ടിങ് പീസിന് മുകളിലായിട്ട് ചെയ്ത് കൊടുത്തത് കേട്ടോ. കട്ടിങ് പീസിൽ അത് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ചെയ്തു. ഇനി നമ്മൾ ടക്ക് പോയിൻ്റാണ് കണ്ടുപിടിക്കുന്നത്. മെയിൻ ടക്ക് പോയിൻ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അളവ്, അതായത് നമ്മുടെ നിപ്പിൾ പോയിൻറ്റിൻ്റെ അകലം നോക്കുക. അത് ഓരോരുത്തരുടെയും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എനിക്കിവിടെ 8 അകലം കിട്ടിയത്. അപ്പോൾ 8ന് 4 ഞാൻ ഈ ആ ബ്ലൗസിൻ്റെ അരികിൽ നിന്ന് 4 അകലം എടുക്കണം. പക്ഷെ 4.5 എടുക്കണം, കാരണം നമുക്ക് അവിടെ പടിയൊക്കെ പോകുമല്ലോ, പടിപ്പീസ്, അയ്പ്പടി, ഹുക്ക് പടിയൊക്കെ പോകുന്നതുകൊണ്ട് 4.5 എടുത്തിട്ട് മാർക്ക് ചെയ്യണം. അപ്പം മോളിൽ നിന്ന് ഒരു 10.5 ഇഞ്ച്, അതായത് 4 ഉണ്ടായി. ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്ന കണ്ട, അവിടെ ഒന്ന് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് പിന്നെ ഒരു 4 അടയാളപ്പെടുത്തി. അപ്പം മുകളിൽ നിന്നുള്ള അളവ് താഴേക്ക് എത്ര വേണമെന്ന് കണ്ടുപിടിക്കണമല്ലോ ടക്കിന്. അത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് നിപ്പിൾ പോയിൻ്റ് വരെ എത്രയാണ്, മേളിൽ ഞാൻ ആ 4.5 അടയാളപ്പെടുത്തി. ഇനി അടുത്തത് അകലം ഇപ്പം നമുക്ക് കിട്ടി. മേളിൽ നിന്ന് താഴേക്ക് എന്തോരം വേണമെന്ന് നമ്മുടെ ഷോൾഡറിൽ നിന്ന് നിപ്പിൾ പോയിൻ്റ് വരെ എത്രയാണെന്നൊന്ന് നോക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയ അളവ് 10.5 അപ്പം ഞാൻ മേളിൽ നിന്ന് താഴേക്ക് 10.5 അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. കണ്ടോ, താഴേക്ക് 10.5 അടയാളപ്പെടുത്തി കൊടുത്തു. അപ്പം നമ്മുടെ സെൻട്രൽ ടക്ക്, അതായത് മെയിൻ ടക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കണ്ടോ, ഇനി ഈ ടക്കിൽ നിന്നാണ് മറ്റുള്ള ടക്കുകളൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇനി സൈഡ് ടക്ക് ഞാൻ 1.5 ഇഞ്ച് അകലം കൊടുത്തിട്ട് ആ സെൻട്രലിലേക്ക് ഒരു പോയിൻ്റ് വരച്ചു. പിന്നെ ഈ നമ്മുടെ അണ്ടർആമിൻ്റെ അവിടെ നിന്നും ആ ടക്കും കണ്ടുപിടിക്കാൻ 1.5 ഇഞ്ച് അകലം. അപ്പം ആ മെയിൻ ടക്കിൽ നിന്ന് 1.5 ഇഞ്ച് അകലം എടുത്തിട്ടാണ്. ഈ 1.5 ഇഞ്ച് എടുക്കുന്നത് പലരുടെയും വ്യത്യാസം ഉണ്ടാകും. ചിലവർക്ക് 1 ഇഞ്ച് മതി, ചിലവർക്ക് 2 ഇഞ്ച് വേണം. അപ്പം അത് ഓരോരുത്തരുടെ ബ്രസ്റ്റിൻ്റെ അളവനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പം ഞാനിവിടെ 1.5 ഇഞ്ച് അകലത്തിലാണ് എടുത്തത്. പിന്നെ ഇപ്പോൾ ആ അകലമൊന്നും അങ്ങനെ അത്ര ഡീപ്പായിട്ടൊന്നും നോക്കണ്ട, വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം ഞാൻ വരക്കുന്ന ടക്കിലെ ആ ടക്ക് ആവശ്യമുള്ളവർക്ക്, ചിലവരൊക്കെ ഇടുന്ന കാണാം. പക്ഷേ ആ ടക്ക് ഇടുമ്പോൾ നമ്മൾ തുണിയിൽ ബാക്ക് അളവെടുത്തിട്ടാണ് നമ്മളിത് വെട്ടിയത്. പക്ഷേ ഈ ടക്കിനുള്ള ആ ടക്ക് ചെയ്യാനുള്ള അളവ് നമ്മൾ തുണിയിൽ എടുത്തിട്ടില്ല. അപ്പം എനിക്ക് ആ ടക്ക് വേണ്ട, ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ആ ടക്ക് കൂടി എടുക്കുമെന്ന്. ഞാൻ ആദ്യം എടുത്ത ആ 3 ടക്ക് മാത്രമേ ചെയ്യാറുള്ളൂ. ഈ സൈഡിൽ ടക്ക് എടുക്കുമ്പോഴത്തേക്ക് അത്രയും കൂടി തുണിയിൽ നമ്മൾ നീളം എടുക്കുമ്പോൾ ഇടേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ ടക്ക് പോയി കഴിയുമ്പോൾ ആ പീസ് അങ്ങ് ചെറുതായി പോവും. എനിക്ക് പക്ഷേ അബദ്ധം പറ്റിയായിരുന്നു. ഞാനിത് മാർക്ക് ചെയ്ത് കൊണ്ടിട്ട് അവസാനം, ഞാനിപ്പോൾ കാണിക്കാൻ മാർക്ക് ചെയ്തതാണ്, പക്ഷേ ഞാനത് അവസാനം അവിടെ ടക്ക് മാർക്ക് ചെയ്തുകൊണ്ട് അത് അടിച്ചും വെച്ച് പിന്നീട് ഞാനത് അഴിച്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഞാൻ ആദ്യം വരച്ച 3 ടക്കാണ് മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ. മറ്റേ ടക്ക് വേണ്ട. അത് എടുക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ആ മുകളിലത്തെ ആ നമ്മുടെ ബ്ലൗസിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം. എന്നാൽ മാത്രമേ നമുക്കവിടെ ടക്ക് അടിക്കാനുള്ള ആ ഒരു അത്രയും തുണി കിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ ടക്കൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഇപ്പോൾ ടക്കിൻ്റെ അകലമൊന്നും അങ്ങനെ നോക്കണോ അങ്ങനെ നിർബന്ധമില്ല. കാരണം ഞാനിപ്പോൾ ഈ മെയിൻ ടക്കും ആ അണ്ടർആമിൻ്റെ അടുത്ത ടക്കും കൂടി അങ്ങ് ജോയിൻ ചെയ്ത് അടിക്കാറുണ്ട്. അപ്പോൾ പിന്നെ അവിടുത്തെ അകലം നോക്കിയിട്ട് അതിൻ്റെ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കാം. കാരണം പ്രിൻസസ് കട്ട് വരുമ്പോൾ ഇപ്പം ഞാൻ വരച്ച് കാണിക്കാം. ഇപ്പോൾ പ്രിൻസസ് കട്ടിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട, പുറത്തേക്ക് ഇങ്ങനെ എടുത്തിട്ട് ആ പ്രിൻസസ് കട്ടിൻ്റെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ തൊട്ട് താഴെ വരെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിങ്ങനെ വരക്കുമല്ലോ. അത്രയും അളവ് വെട്ടിപ്പോയിട്ടാണ് നമ്മൾ ഈ 2 വശങ്ങൾ തമ്മിൽ ആഡ് ചെയ്ത് വെക്കുന്നത്. കണ്ടോ, അപ്പോൾ അവിടെ അത്രയും ടക്കേ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടിട്ട് നമ്മുടെ സാധാരണ ബ്ലൗസിൽ ഇങ്ങനെ ടക്കിൻ്റെ പിന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മൾ സാധാരണ പോലെ തന്നെ തയ്ക്കുമല്ലോ. ആരെങ്കിലുമൊക്കെ തയ്ക്കാനൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ തന്നെ അകലയിട്ട് ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ അകലമൊക്കെ പറഞ്ഞു തന്നത്. എന്നിട്ട് ഞാനതൊക്കെ ഒന്ന് വെട്ടിയെടുക്കുവാണ്. ആദ്യം കട്ടിങ് പീസ് വെട്ടി, പിന്നെ നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തിയ വശങ്ങളെല്ലാം വെട്ടിയെടുത്തിട്ടോ. അപ്പോൾ കൈയൊക്കെ ഒന്ന് കുഴിച്ച് വെട്ടി, എക്സ്ട്രാ പീസ് ഇട്ടതും കൂട്ടി ട്രയാങ്കിൾ പീസ്
പീസും കൂടി കൂട്ടിയാണ് ട്ടോ വെട്ടിയത്. എന്നിട്ട് ആ കട്ടിങ് പീസിലെ അത് നല്ല തുണിയിൽ, അത് ലൈനിങ് തുണിയിൽ നമ്മൾ ഒരു പീസ് വെട്ടിയായിരുന്നു, ഒരു പീസും കൂടി വെട്ടിയെടുത്തു. അപ്പോൾ 2 ലൈനിങ് പീസും പിന്നെ ഒരു നല്ല തുണിയുടെ പീസും കട്ടിങ് പീസ് വേണം. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ നല്ല തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ വെച്ചിട്ട് ഓരോ പീസ് കട്ട് ചെയ്ത് മാറ്റരുത് കേട്ടോ. എല്ലാ പീസിനും നമുക്ക് തുണി ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വെച്ച് നോക്കേണ്ടത്. ബാക്ക് പീസ് ആദ്യം വെക്കുക, കാരണം നമ്മുടെ വശത്തുള്ളത് മടക്കി ഇട്ടിരിക്കുന്ന പോർഷനാണ്. അപ്പോൾ ബാക്ക് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് ആ വശം ബാക്കിന് വെച്ച് കൊടുക്കുക. ഫ്രണ്ട് ഓപ്പൺ ആണ്, അപ്പോൾ ഫ്രണ്ട് എവിടെ വേണമെങ്കിലും വെക്കാം. നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗമായതുകൊണ്ട് അവിടെ നമുക്ക് ഓപ്പൺ കിട്ടിയാലും ഓപ്പൺ ആയിട്ടുള്ള വശം കിട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചും കണ്ടോ. അപ്പോൾ അതേ കട്ടിങ് പീസ് വെക്കാൻ അപ്പോൾ സ്ഥലം തികയുന്നില്ല. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ വെച്ച് കൊടുക്കാനേ. അപ്പം ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് വെച്ച് കൊടുത്തു. ഇപ്പം നമുക്ക് നല്ല തുണിയിൽ ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ടിങ് പീസും ഒക്കെ കിട്ടി. എന്നിട്ട് ഞാൻ സാധാരണ നോർമൽ ചെയ്യുന്ന പോലെ നമ്മളിനി അളവുകളൊന്നും നോക്കണ്ട, ലൈനിങ്ങിൻ്റെ അളവ് നോക്കിയാൽ മതിയല്ലോ എന്നോർത്ത് വെട്ടി. പക്ഷേ പിന്നീടാണ് ഞാൻ ഓർത്തത് എനിക്കിപ്പോൾ ഒട്ടും സമയമില്ല നെക്കൊന്ന് ഹെം ചെയ്തെടുക്കാനുള്ള. അപ്പം ഞാൻ ഓർത്ത് നെക്കൊന്ന് അടിച്ച് മറിക്കുവാണെങ്കിൽ എനിക്ക് എളുപ്പമായല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ നെക്കൊന്ന് കറക്റ്റാക്കി തന്നെ വെട്ടിയെടുത്തിട്ട് ബാക്കി എല്ലാ വശവും കുറച്ച് കൂടുതലിട്ടാണ് കേട്ടോ ഞാൻ നല്ല തുണി വെട്ടിയത്. ഈ നെക്കിൻ്റെ ഭാഗം കറക്റ്റാക്കി ലൈനിങ് തന്നെ ഇട്ട് വെട്ടിയെടുത്തു. കാരണം അപ്പോൾ എനിക്ക് നെക്ക് അടിച്ച് മറിക്കാം. ഇത് അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ്. സിൽക്ക് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്, നമ്മൾ സ്റ്റിഫിലോ ക്രോസ് പീസിലോ ഒക്കെ ചെയ്തെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള തുണി ആയത് കൊണ്ടിട്ടും ലൈനിങ് ഉള്ളത് കൊണ്ട് എനിക്ക് അടിച്ച് മറിച്ചെടുക്കാമെന്നുകൊണ്ട് ഞാൻ ഫ്രണ്ടും അങ്ങനെ തന്നെയാണ്. കണ്ട നെക്ക് പോർഷൻ കറക്റ്റാക്കി എടുത്തിട്ട് ബാക്കി എല്ലാ വശവും കുറച്ച് കൂടുതലിട്ട് വിട്ടാട്ടോ. കാരണം അപ്പോൾ നമ്മൾ നെക്ക് അടിച്ച് മറിച്ചിട്ട് നമുക്ക് പിന്നെ അയൺ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് തയ്ച്ച് വെച്ച് ബാക്കിയുള്ളത് വെട്ടിക്കളയാം. അതുപോലെ തന്നെ ഞാൻ കട്ടിങ് പീസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് നമുക്ക് ലൈനിങ് പീസിൽ ഇങ്ങനെ ബാക്കി തുണി കിട്ടുമ്പോൾ ഒട്ടും കളയാനില്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് താഴെ ബാക്ക് പീസിൽ വേണ്ടി വരുന്നത് ഒരു പടി അടിച്ച് മറിക്കണമല്ലോ ബാക്ക് പീസ്, അതിന് വേണ്ടിയിട്ടുള്ള തുണിയാണ്. അപ്പോൾ ഈ ലൈനിങ് പീസുള്ള കഷ്ണങ്ങളിൽ നിന്നൊക്കെയാണ് കേട്ടോ നമുക്ക് ഈ തുണിയൊക്കെ കിട്ടുന്നത്. ഈ 1 മീറ്റർ തുണിയിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതിപ്പോൾ 16 ലെങ്ത്തും ഉണ്ട്, കൈക്കും അത്യാവശ്യം നല്ല നീളം 12 + 2.5 14 + 1 15 ഇറക്കമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കൈ നീളം. അപ്പോൾ അത് വെച്ചിട്ട് ഈ 1 മീറ്റർ വെച്ചിട്ടാണ് നമ്മളിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടുന്നത്. അപ്പോൾ ലൈനിങ് പീസിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെയുള്ള വശം. ഇപ്പം ഞാൻ എടുക്കുന്നത് നല്ല തുണിയിൽ നിന്ന് ഒരു പീസാണ്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹുക്ക് പടിയാണ് ലൈനിങ്ങിൽ കൊടുക്കുന്നത്. അയ്പടി പരമാവധി നമ്മൾ നല്ല തുണിയിൽ തന്നെ ചെയ്യണം, കാരണം അത് ഇത്തിരി കാണുന്ന വശമാണ്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തിരുന്നപ്പോഴാണ് കേട്ടോ ഇതിപ്പോൾ ഏകദേശം രാത്രി 9 മണിയോടുകൂടിയായി. അപ്പോൾ എനിക്ക് കുറച്ച് വീട്ടു ജോലി കൂടി ഉണ്ടായിരുന്നേ, കറിയൊക്കെ വെക്കാനുണ്ടായിരുന്നു. ഇവിടെ അച്ഛനും മക്കളും വിഷു കഴിഞ്ഞിട്ട് ഇപ്പോഴും പടക്കമൊന്നും പൊട്ടിച്ച് തീർന്നിട്ടില്ല. അവരവിടെ ആഘോഷിക്കുകയാണ് പടക്കം പൊട്ടിച്ചൊക്കെ. ഞാൻ ആ സമയത്ത് വന്നിട്ട് എന്നാൽ ഒരു ബ്ലൗസ് തയ്ച്ചേക്കാം. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും കൂടി ചോറ് കഴിക്കാൻ വരും. അതുപോലെ മെയിനായിട്ട് ഇപ്പം ഞാൻ എഴുന്നേക്കാൻ കാര്യം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. രാത്രി 9 മണിയോടുകൂടി ആയി. അപ്പം ഞാൻ വിചാരിച്ചു ഞാനങ്ങ് ചോറ് കഴിച്ചിട്ട് തയ്ക്കാനിരിക്കാം, അല്ലെങ്കിൽ എനിക്കിത് തയ്ക്കാനുള്ള ഒരു ക്ഷമയില്ല വിശപ്പ് കൊണ്ടിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് ഞാനിപ്പോൾ എൻ്റെ ചോറങ്ങ് കഴിച്ചിട്ട് എനിക്കിരിക്കാമല്ലോ. അപ്പോൾ അവർ അതൊക്കെ കഴിഞ്ഞ് ആഘോഷമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ചോറ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനങ്ങ് കഴിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ ബ്ലൗസ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനിരുന്നേ. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ബാക്ക് പീസാണ് ആദ്യം എടുത്തത്. ബാക്ക് പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശം എടുത്തിട്ടോ, എന്നിട്ട് അതിലേക്ക് നമ്മൾ ലൈനിങ് പീസ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ നെക്ക് പോർഷൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അടിച്ചെടുത്തിട്ട് അതിനകത്തൊക്കെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത അടിപ്പ് അടിക്കുന്നത് ലൈനിങ് പീസിലാണ്. നല്ല തുണിയിൽ അടിപ്പ് വരരുത്. നിങ്ങളിങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പതിച്ചൊന്നുകൂടി ചിലവർ അടിക്കുന്ന കാണാം. അതിൻ്റെ ആവശ്യമില്ല, അതൊന്ന് വെച്ച് അയൺ ചെയ്ത് എടുത്താൽ മതി, നന്നായിട്ട് ഇരുന്നോളൂ. അതിൻ്റെ പുറത്ത് അടിപ്പ് വരുന്നത് വൃത്തികേടാണ്. അങ്ങനെ ആരും ചെയ്യാതിരിക്കുക കേട്ടോ. നമ്മളൊന്ന് അയൺ ചെയ്ത് എടുത്താൽ മതി, അപ്പോൾ നല്ല ഭംഗിയിൽ നെക്ക് കിട്ടും. ഇതുപോലെ തന്നെ ഫ്രണ്ടും എടുത്തിട്ട് ഫ്രണ്ടിൻ്റെ നല്ല വശം എടുത്തിട്ട് ആ നല്ല വശത്തിൻ്റെ പുറത്തേക്കാണ് ഈ ലൈനിങ് പീസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ.
കണ്ടോ? എന്നിട്ട് ഈ ഫ്രണ്ടിലെ നെക്ക് നമ്മൾ ബാക്ക് അടിച്ച പോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കുക. കണ്ടോ? ഇപ്പം നമ്മൾക്ക് ഫ്രണ്ട് പീസ് തുറന്ന വശമായതുകൊണ്ട് അത് ഓപ്പൺ ആയി തന്നെ കിട്ടി. അപ്പോൾ തുണി അവിടെ കുറവാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി. അല്ലാതെ തുണി തികഞ്ഞില്ല അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഓപ്പൺ ഉള്ള വശം നോക്കി നമ്മൾ തുണിയിൽ വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഫ്രണ്ടും അതുപോലെ തന്നെ ഒന്ന് മറിച്ചൊക്കെ അടിച്ച് വെക്കുന്നുണ്ട്. ഇത് ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ കുറച്ച് സമയം നമുക്ക് പോകും. എന്നാലും അത് നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമ്മൾ അയൺ ചെയ്യേണ്ട കാര്യം നമ്മൾ വിട്ടു പോകരുത് കേട്ടോ. അയണിങ് ആണ് സ്റ്റിച്ചിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് ഞാൻ പറയും. കാരണം അയൺ ചെയ്താലേ നമുക്ക് നല്ല വൃത്തിയായിട്ട്, അതായത് ഓരോ പീസും തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ ഓരോ പീസുകളും അയൺ ചെയ്തെടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല വൃത്തിയായി കിട്ടും. അപ്പം ഞാനിപ്പോൾ ബാക്ക് ഫ്രണ്ടും ഒക്കെ നെക്ക് അടിച്ച് മറിച്ച് വെച്ചിട്ട് നമ്മുടെ കട്ടിങ് പീസ് എടുത്ത് വെച്ചു. അപ്പോൾ ആദ്യം ഒരു ലൈനിങ് തുണി വെച്ചു, അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ നല്ല തുണി എടുത്ത് വെച്ചിട്ടോ. അപ്പം നല്ല വശം എൻ്റെ ദിശയിലേക്കാണ് ഇരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു ലൈനിങ് തുണി, അങ്ങനെ 3 പീസാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇത് നേരെ ഇങ്ങനെ താഴെ ഒന്ന് അടിച്ചു വെക്കുക. അപ്പോൾ ആർക്കും ഒന്നും മാറിപ്പോയില്ല. ആദ്യം ഒരു ലൈനിങ് തുണി, പിന്നെ ഒരു നല്ല തുണി, പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഒരു ലൈനിങ് തുണി. ഇപ്പം ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. എന്നിട്ട് ആ ലൈനിങ് തുണിയിലെ മേളിലുള്ള അത് ഇങ്ങനെ താഴേക്ക് ഇട്ടിട്ട് ആ ലൈനിങ് തുണിയുടെ വശത്തേക്ക് ഒരടിപ്പും കൂടി ഇട്ട് കൊടുക്കുക. കേട്ടോ? അപ്പം ഇങ്ങനെ കിട്ടി. എന്നിട്ട് നമ്മൾ ആ അടിച്ചൊരു വശം ഒരു അരയിഞ്ച് ഗ്യാപ്പിൽ വീണ്ടും താഴേക്ക് ഒരടി കൂടി ഇട്ട് കൊടുത്തിട്ട് കണ്ടോ? ഇപ്പം 2 അടിപ്പോടെ വന്നിട്ടുണ്ട്. എന്നിട്ട് നേരെ മടക്കി വെക്കുമ്പോൾ നമുക്കിങ്ങനെ നല്ല തുണി കിട്ടും. അപ്പോൾ ആ ലൈനിങ് തുണിയുടെ അളവിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് നമുക്ക് അയൺ ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഹുക്സ് പടിക്ക് വേണ്ട പടിയൊക്കെ റെഡിയാക്കി വെക്കുവാണ് കേട്ടോ. പിന്നെ ബാക്കിൽ നമുക്ക് പടി വെക്കണമല്ലോ, ബാക്ക് പീസിൽ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ചെടുത്തു. ഇപ്പം ഞാനിതെല്ലാം തേച്ചുകൊണ്ട് വന്നട്ടോ ഇതിനിടക്കിട്ട്. അത് വീഡിയോയ്ക്ക് നീളം കൂടുന്നതുകൊണ്ടാണ് അത് കാണിക്കാൻ. എന്നിട്ട് ഞാനതൊക്കെ ഒന്ന് കട്ടിങ് പീസ് എടുത്തിട്ട് അതിൻ്റെ ലൈനിങ് പീസിലോട്ട് ചേർത്ത് അടിച്ച് അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പീസും 4 വശവും ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിനും 4 വശമല്ല ചുറ്റിനും ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഞാനതൊക്കെ കൂടുതലുള്ള നല്ല തുണിയൊക്കെ ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ഇങ്ങനെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിച്ചേക്കണം. രണ്ടും രണ്ടായി പോകരുത് അളവുകൾ. ചെറിയൊരു പോയിൻ്റൊക്കെ വ്യത്യാസം വന്നാൽ മതി. അപ്പം നമുക്ക് അങ്ങനെ വ്യത്യാസം വരുമ്പോൾ ഹുക്ക് അടിക്കേണ്ട വശത്ത് അവിടെ വ്യത്യാസം വരും. എന്നിട്ട് നമ്മൾ ആ മെയിൻ ടക്കാണ് നമ്മൾ 2 ഇഞ്ച് അളവിൽ മടക്കിയിട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ? അപ്പോൾ ഈ ടക്ക് രണ്ടും ഒരേ അളവിൽ തന്നെ ആണോ എന്നൊന്ന് നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ അണ്ടർആമിൻ്റെ അവിടുത്തെ ടക്കാണ് രണ്ടാമത് ഇട്ട് കൊടുക്കേണ്ടത്. കണ്ടോ? ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അണ്ടർആമിൻ്റെ അവിടുത്തെ ടക്കാണ്. അപ്പോൾ ആ ടക്ക് 1.5 ഇഞ്ച് അകലെ കൊടുത്ത് ആ 1.5 ഇഞ്ചിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് നിർത്തണമെങ്കിൽ നിർത്താം. പക്ഷെ ഞാൻ ആ മെയിൻ ടക്കുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കൊരു പ്രിൻസസ് കട്ട് ലെവലിൽ അതങ്ങ് ഇരുന്നോളും. ഞാൻ എൻ്റെ ബ്ലൗസൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. കണ്ടോ? അപ്പോൾ ആ ടക്ക് അത് അവിടെ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ ആ രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുത്തപ്പോൾ ഉണ്ടോ? അപ്പം നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ പ്രിൻസസ് കട്ടിൽ ജോയിൻ ചെയ്യുന്നതിനേലും എളുപ്പമായിട്ട് എനിക്കിതിങ്ങനെ തോന്നി കേട്ടോ. അപ്പോൾ കണ്ടോ? ഇതിങ്ങനെ കിട്ടി. ഇനി നമ്മൾ ആ ഹുക്സ് ആ പടിയുടെ അവിടുത്തെ ഒരു ടക്കും കൂടി ഇട്ടെന്നാൽ ടക്ക് കഴിഞ്ഞു. പക്ഷേ ഇത് എനിക്ക് പറ്റിയ അബദ്ധം കണ്ടോ നിങ്ങൾ? ഞാനത് മാർക്ക് ചെയ്ത് വെച്ചോണ്ടാണ് അത് അടിക്കുന്നത്. ശരിക്കും എനിക്ക് ആ ഒരു ടക്കിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഞാനത് മാർക്ക് ചെയ്തേക്കണോണ്ട് പെട്ടെന്ന് മറന്നു പോയിട്ടോ, ചോറൊക്കെ കഴിച്ച് വന്നപ്പോഴേ. അപ്പോൾ അത് അടിച്ചു പോയി. പക്ഷെ അവസാനം ഞാനത് അഴിക്കുന്നുണ്ട്. ആ ഭാവവും ഞാൻ കാണിച്ചു തരാം. കാരണം ഇല്ലെങ്കിൽ എനിക്ക് ഇറക്കം തികയാതെ വരും. ബാക്ക് പീസ് ഫ്രണ്ട് പീസ് അത്രയും കൂടി ഒന്ന് ചെറുതായില്ലേ ടക്ക് അടിച്ചപ്പോൾ. അപ്പം ബാക്ക് നീളം, അപ്പോൾ അവസാനം വെച്ച് നോക്കിയപ്പോഴും നീളം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എവിടെയോ തെറ്റുപറ്റി. അപ്പോൾ നോക്കിയപ്പോഴാണ് ആ ടക്ക് അടിച്ച് വെച്ചേക്കുന്നത് കണ്ടത്. എന്നിട്ട് നമ്മൾ പടിയെല്ലാം ചെയ്തെടുത്തിട്ട് ഹുക്സ് പടിയും ഐപ്പടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഈ പടികളൊക്കെ വെക്കുമ്പോൾ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം പടിയാണ് നമ്മൾ ഹുക്സ് പടി ഐപ്പടിയൊക്കെ വെക്കുമ്പോഴേ ആ കഴുത്തിൻ്റെ അവിടെ ഒന്ന് ഇപ്പം ഞാൻ കട്ട് ചെയ്ത പോലെ ഒന്ന് കോണിച്ച് വിട്ടു കേട്ടോ. അപ്പോൾ കഴുത്ത് നല്ല ടൈറ്റായിട്ട് ഇരുന്നോളൂ അവിടെ. എന്നിട്ട് ഇതേ ഹുക്സ് പടി വെക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ പടിയാണ് അടിച്ച് മറിക്കുന്നത് കേട്ടോ. കഴുത്തടിച്ച് സാധാരണ നമ്മൾ പടിയൊക്കെ വെച്ചിട്ട് ക്രോസ് പീസ് കൊണ്ടിട്ടാണ് കഴുത്തടിച്ച് മറിക്കുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം കഴുത്ത് നമ്മൾ ഓൾറെഡി കഴുത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. അപ്പം ഈ പടിയുടെ 2 വശവും മുകളിലും താഴെയാണ് നമ്മൾ അകത്തേക്ക് കൊടുത്ത് മറിച്ചൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഹുക്സ് പടിക്ക് നമ്മൾ ആ ബ്ലൗസിൻ്റെ നല്ല മെറ്റീരിയൽ തന്നെയാണ്
അല്ല സോറി അരിപ്പടിക്ക് ഹുക്സ് പടിക്ക് അകത്തേക്ക് പോകുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ പടിയൊക്കെ അടിച്ചു കഴിഞ്ഞ് ഷോൾഡറെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴേ ഫ്രണ്ട് പീസ് അടിച്ച് നമ്മൾ വെച്ചിരുന്നു, ബാക്ക് പീസ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല ചുറ്റിനും. അപ്പോൾ ബാക്ക് തുറന്ന് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഫ്രണ്ട് ഷോൾഡറും കൂടി അകത്തേക്ക് എടുത്ത് വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കും. അപ്പോൾ അവിടെ ആ ഷോൾഡറിൻ്റെ അവിടുത്തെ അടിപ്പ് കാണില്ല കേട്ടോ. അങ്ങനെ ചെയ്തെടുത്തിട്ട് ആ ബാക്കിലും ചുറ്റിനും ഒന്ന് അടിച്ചെടുത്ത് എക്സ്ട്രാ ഉള്ള തുണിയൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇപ്പം ഞാൻ വെക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ താഴെ അടിച്ച് മറിക്കുകയാണ് ബാക്ക് പീസിൻ്റെ. അതടിച്ച് നമ്മളൊരു പീസ് എടുത്തായിരുന്നല്ലോ, അതടിച്ച് വെച്ചിട്ട് അതടിച്ച് മറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അത് ഹെമ്മിങ് ചെയ്യാനുള്ളതാണ്, ആരും അടിച്ച് വെക്കരുത് കേട്ടോ അവിടെ ആ പീസ്. എന്നിട്ട് ഇത് ഞാൻ എപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഈ ഭാഗം വരുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, അയ്യോ കുഴിച്ച് വെട്ടിയില്ലല്ലോ എന്ന്. അപ്പോൾ കൈയൊക്കെ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയിട്ട് ആ ഫ്രണ്ടിലെ പീസിലോട്ട് കൈയിൻ്റെ കുഴിഞ്ഞ ഭാഗം വെച്ച് കൊടുത്ത് സെൻറ്ററിൽ ചെറിയൊരു പഫൊക്കെ ഇട്ട്, ആ 2.5 എടുത്ത കാരണം അധികം തുണി കിട്ടിയിട്ടില്ല. എനിക്ക് അത്രയും മതിയായിരുന്നതുകൊണ്ടാണ്. കുറച്ചുകൂടി പൊങ്ങി നിൽക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ 3 കൊടുക്കാം പഫ്. അപ്പം എനിക്ക് അത്രയും മതി, അധികം അങ്ങോട്ട് നിൽക്കണ്ടായിരുന്നു, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ സൈഡ് നമ്മൾ 1.5 ഇഞ്ചല്ലേ തയ്യൽ തുമ്പ് കൊടുത്താൽ, ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. എന്നാലും നമ്മളൊന്ന് അളവ് ഫ്രണ്ടിൻ്റെ ഒന്ന് നോക്കിയേക്കുക എത്ര വേണം എന്നൊക്കെ. കണ്ടോ, ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് പിന്നെ കൈയിൻ്റെ അളവ് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, ട്രേസർ വീലർ വെച്ച് വരക്കുമ്പോൾ അതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് അടിച്ച് കൊടുത്ത് 2 വശവും അങ്ങനെ അളവൊക്കെ എടുത്ത് നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, അവസാനം എടുക്കുമ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇപ്പുറത്തോട്ട് നമുക്ക് അടിക്കാം, എന്നാലും ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്ക് പോർഷനൊന്നും അടിക്കാനില്ല. നെക്ക് ഭാഗം തുന്നണ്ടല്ലോ അടിച്ച് മറിച്ചേക്കുന്നത് കൊണ്ടിട്ട്. അപ്പം നമ്മൾ സ്ലീവും പിന്നെ ബ്ലൗസിൻ്റെ ബാക്കിലൊരു പീസ് വെച്ചില്ലേ ബാക്ക് പോർഷനിൽ, ആ പടിയും കൂടി ഒന്ന് ഹെം ചെയ്തെടുക്കുവാണ്. ഹെമ്മിങ് ചെയ്യാനുള്ളത് ഹെമ്മിങ് തന്നെ ചെയ്യണം കേട്ടോ, അതാണ് ഭംഗി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കിത് ബ്ലൗസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ പുറത്ത് കൊടുക്കുവാണെങ്കിൽ എത്ര രൂപ കൊടുക്കണമെന്നേ. എനിക്കിപ്പോൾ തയ്ക്കാൻ വയ്യെങ്കിലും പുറത്ത് കൊടുക്കാനൊക്കെ വീട്ടിലെല്ലാവരും പറഞ്ഞെങ്കിൽ ഞാൻ പുറത്തൊന്നും കൊടുത്തില്ല. കാരണം വെറുതെ എന്തിനാ, നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ബ്ലൗസ് വയ്യെങ്കിലും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്കങ്ങനെ പുറത്ത് കൊടുത്താൽ എനിക്കങ്ങനെ ഇഷ്ടപ്പെടുകയില്ല, എനിക്ക് ഞാൻ തന്നെ തയ്ക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാം. അത് കണ്ടോ, കൈനീളം കണ്ടോ, ഇത്രയും കൈനീളമൊക്കെ ഈ 1 മീറ്റർ തുണിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ.